ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ മുമ്പ് കുഴിച്ചിട്ട വാഴ കാണണ്ടേ? വാഴ എത്ര വലുപ്പമായിട്ടതാ കണ്ടോ? പിന്നെ ഒന്നും കൂടി ഇല്ലേ, 2 എണ്ണമല്ലേ കുഴിച്ചിട്ട്. ഇതാ 2 എണ്ണം. പിന്നെ നമ്മൾ അന്ന് വന്ന് പറിച്ച കപ്പ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ കപ്പൻ്റെ തണ്ട് 20 കഷ്ണങ്ങളാക്കിട്ടോ. 4 തണ്ടുണ്ടായിരുന്നു, അത് 20 കഷ്ണങ്ങളാക്കി. അപ്പോൾ ഞാനത് 20 കഷ്ണങ്ങളാക്കി ഇവിടെയൊക്കെ കുഴിച്ചിട്ടതാ. കുറേ എണ്ണം കണ്ട, ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ടതാ. ഇതൊക്കെ കഴിഞ്ഞേരാട്ടോ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായത്. ഞാനിതൊക്കെ കുഴിച്ചിട്ട് ഇവരൊക്കെ എന്നെ ചീത്ത അറിയുമോ, ഞാൻ ആരും ഇല്ലാത്തേരം ഇവിടെ വന്ന് വല്ല കുഴിയൊക്കെ എടുത്ത് കുഴിച്ചിട്ട് പോകും. അതുകൊണ്ട് അതൊക്കെ വലിയതായിട്ടോ. ഇനിയിപ്പോൾ എനിക്ക് സുഖമില്ലാതെ കിടന്നാലും ഇവർക്കാർക്കും പറിക്കാമല്ലോ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടി. ഞാൻ അറിയാത്തൊരസുഖമാണ് എനിക്കിപ്പം വന്നു പെട്ടത്. കാരണം ബ്ലഡ് കൂടി വരിക, എന്താണെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞ് ഭക്ഷണം കുറച്ചിട്ടോ വേറെന്ത് ചെയ്തിട്ടോ കാര്യമില്ല. പിന്നെ ഇപ്പം പ്രത്യേകമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ട് ബ്ലഡ് കുറഞ്ഞ് വരാനുള്ളത്. ഇതിപ്പോൾ എൻ്റെ കുടുംബത്തിലോ എൻ്റെ നാട്ടിലോ വീട്ടിലോ കേൾക്കാത്തൊരു അസുഖം ഞാൻ കേട്ട് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക്. ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയല്ലേ, കാല് വയ്യാണ്ട് കിടക്കുകയല്ലേ. ഞാൻ വേണ്ട എല്ലാം നോക്കാൻ, എൻ്റെ മാത്രം നോക്കിയാൽ പോരല്ലോ. എനിക്കത് നോക്കണം. മോനുണ്ട്, മോന് പുറത്ത് പോയി വരുമ്പോഴത്തേ ഭക്ഷണം സാധനമൊക്കെ ആക്കിക്കൊണ്ട് പിന്നെ വീട് അടിച്ച് തുടച്ച് കൊണ്ടെടുക്കണമൊക്കെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഇപ്പോൾ ഇനി 16-ാം തീയതി 22-ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട്. അതിൽ കൗണ്ട് കുറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെയൊക്കെ ടെൻഷനിലാണ്. ബ്ലഡ് 2 പ്രാവശ്യം എടുത്ത് ഒഴിവാക്കി 500 വീതം ഒക്കെ ഇപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക, ഞാൻ കാണുക. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിലിടയ്ക്ക് കുഴിച്ചിട്ടതാ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് കേട്ടോ. ഇതാ കപ്പയൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട്. മണ്ണ് കൂട്ടാനൊന്നും പറ്റുന്നില്ല കൂട്ടുകാരെ. ഇതിനൊന്നും മണ്ണ് കൂട്ടി കൊടുക്കണ്ടേ, എന്നാലല്ലേ കപ്പ ഉണ്ടാവുന്നത്. കണ്ടോ, ഒന്നും മണ്ണ് കൂട്ടിയില്ല. അതിലിടയ്ക്കൊക്കെ മുളകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മുളക് തൈ ഉണ്ട്. പിന്നെന്താ പറയുക, വാഴ ഉണ്ട് കേട്ടോ. വാഴ വേറെ ഉണ്ട്. ഇതാ ഒരു റോബസ്റ്റ് വാഴയാണ്. പിന്നെ കറിവേപ്പ് ഉണ്ടല്ലേ, കറിവേപ്പ് ഞാൻ കാണിച്ചേ. ഇതാ എൻ്റെ കറിവേപ്പ് ഉണ്ടോ. പിന്നെ വേറെ ഒന്ന് അപ്പുറത്തും ഉണ്ട് കറിവേപ്പ് കാണില്ലല്ലേ ശരിക്കും. ഇതാ എൻ്റെ കറിവേപ്പ് കണ്ടോ. പിന്നെ ഇതാ മുളകിൻ്റെ. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ചേമ്പ് കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, അതിലിതാ ചേമ്പൊക്കെ വെച്ച് അതൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് പറ്റണില്ല. ഇനി ഇവർ ചീത്ത അറിയും. ഇത് ചായ മനസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചെറിയ കൊമ്പ് കുഴിച്ചിട്ടുണ്ടായത്. അപ്പോഴത്തേക്ക് ഒരു സൂക്കേടിങ്ങ് വരുമല്ലോ. ആ സൂക്കേട് വന്നാൽ ഞാൻ കുറച്ച് കാലം കുത്തിരിപ്പിലായി, പിന്നെ ആശുപത്രിയായി, അങ്ങനെയൊക്കെ കളിക്കല. ഇനിയിപ്പം വേറൊരു കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു അസുഖവും വരാതിരിക്കാൻ. കാരണം എൻ്റെ മോള് പ്രസവിക്കാനയക്കുന്നു. ഇപ്പോൾ ഇതാ ഓള് ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് വിളിച്ച് പറഞ്ഞ് 20-ാം തീയതി 19-ാം തീയതി അഡ്മിറ്റാക്കിയിട്ട് 21-ന് ഓപ്പറേഷനാണെന്ന് പറഞ്ഞത്. അവൾ ആദ്യത്തെ നല്ലോണം പ്രസവിച്ച്, 2-മത്തത് ഓപ്പറേഷനായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് 3-മത്തതാണ്. ഇതും ഓപ്പറേഷൻ വേണം പറഞ്ഞപ്പോൾ 21-ാം തീയതി ഓപ്പറേഷനാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കണം. ഓളെ കാര്യമൊക്കെ എനിക്ക് നല്ലോണം കഴിച്ച് കൂട്ടാൻ പറ്റണം. ഓളെ വീട്ടിലേക്ക് പോകും പ്രസവിച്ചിട്ട്. ഓൾ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയി നിൽക്കാനും നോക്കാനൊക്കെ പറ്റിയാൽ ഞാൻ നോക്കിയൊക്കെ ചെയ്യും. അതിലിടയ്ക്ക് എനിക്കൊരു ബുദ്ധിമുട്ടും വരാതിരുന്നാൽ. എൻ്റെ മോളതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നവരെ എനിക്ക് നല്ല ആരോഗ്യം തന്നെ ഉണ്ടാവണം. അതിനെല്ലാവരും ഫോണിപ്പോൾ വീണ് പോയിരുന്നു കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ കൃഷി. വലിയ കറിവേപ്പിലാണ് കേട്ടോ, ഇതൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ച മുരിങ്ങ അതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ വലുതായിട്ട് പറിക്കാനൊക്കെ ഞാൻ ഉണ്ടാവണം. കർമൂസ ഉണ്ടായി വരുന്നത് വേറെ അപ്പുറത്തുണ്ട് കേട്ടോ. കർമൂസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതി. ഭയങ്കര കിതപ്പൊക്കെയാണ്, ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ബ്ലഡൊക്കെ എടുത്ത് ഒഴിവാക്കിയപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ഇതൊന്നും വെള്ളം ഒഴിക്കാഞ്ഞിട്ടൊക്കെ പോയി. കുരുമുളക് വള്ളിയും ഈ ലിച്ചിൻ്റെ തൈയാട്ടോ. ഇത് ലിച്ചി
അറിയില്ല ലിച്ചി എല്ലാവർക്കും. റംബൂട്ടാൻ പോലെ തന്നെ ചെറിയ മുന്തിരിൻ്റെ അത്ര ഉള്ള. പിന്നെ കുരുമുളകിൻ്റെ വള്ളി അത് ഇതിനിപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തൽക്കാലം കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്കും എൻ്റെ കുടുംബത്തിനും. എന്താണെന്നറിയില്ല, പഠിച്ചവന് ഇഷ്ടപ്പെട്ടവരെ നല്ലോണം പരീക്ഷിക്കുമെന്ന് പറയും. എന്നാലും ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പരീക്ഷിക്കാതെ ഇരുന്നാൽ നന്നായിരുന്നു. ഒരുപാട് കാലമായി സൂക്കേട്. അങ്ങനെയല്ല, ഒരു 3 മാസത്തെ ഞാൻ കാല് തളർന്ന് കിടന്ന്, അരയ്ക്ക് താഴെ തളർന്ന് കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ എണീക്കുമ്പോഴത്തേക്കാണ് ഹസ്ബൻഡിന് സുഖമില്ലാണ്ടായി ഇങ്ങനെയൊക്കെ വന്നത്. ഇതിപ്പോൾ കാലൊക്കെ വെച്ച് നടക്കാനായപ്പോൾ കുറച്ചൊന്ന് മനസ്സമാധാനമായി വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു സൂക്കേട് വന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. നമ്മൾ വേസ്റ്റ് ഇടുന്ന ടാങ്കാണ് കേട്ടോ. ഇതിലാണ് എല്ലാ വേസ്റ്റും കൊണ്ടുവരുന്ന. ഒന്നുകൂടി ഉണ്ട്, അതാ അവിടെ ഇതൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. കുറച്ചവൻ്റെ കാര്യം കൊണ്ട് അസുഖമൊന്നുമില്ലാതെ ഈ ബ്ലഡ് ടെസ്റ്റും കൂടി കഴിഞ്ഞ് എനിക്ക് ഒത്തിരി സമാധാനം മനസ്സിന് കിട്ടിയാൽ ഇവിടുത്തൂടെ ഒക്കെ ഒന്ന് നന്നാക്കിയിട്ട് നല്ല കപ്പയൊക്കെ പറിക്കണം നമുക്ക്. അതിനൊക്കെ പഠിച്ചവൻ ആവതും ആഫിയത്തൊക്കെ തരട്ടെ. അതിനു വേണ്ടി എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. എൻ്റെ മോൻ കല്യാണം കഴിച്ച് കാണണം. കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് മോളായിട്ട് മോൻ്റെ ഭാര്യയായിട്ട് ഒരു പെണ്ണ് കയറി വരണം. അതിനെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കിട്ടോ, ഒരു കമൻ്റ് അയക്കിട്ടോ. കുറേ ആയി നോക്കുന്ന പറ്റിയൊരു പെണ്ണ് കിട്ടണ്ടേ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ഇതൊക്കെ കണ്ട് ലൈക്ക് അടിക്കുക, എന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എല്ലാവരും കാണുന്നൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബ് ഇല്ല. പക്ഷേ ആരൊക്കെയോ 2-3 ദിവസമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അവരോടൊക്കെ. ഒരുപാട് സ്നേഹമുണ്ട്. ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്ക് അവരോട് ഒരുപാട് സ്നേഹമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് 2-3 ദിവസമായിട്ട് എനിക്ക് സബ്സ്ക്രൈബ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോകളൊക്കെ കണ്ടിട്ട് കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.